ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പം വന്നിരുന്ന് പറയുന്നത്. ജസ്ന സലീമിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാലും കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ള കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു എന്ന് വെച്ചതുകൊണ്ട് നമ്മളൊന്നും അതിൻ്റെ പുറകെ പോകുന്ന ആളുകളല്ല. നമ്മൾ രാഷ്ട്രീയക്കാരെ പറയാറുണ്ട്, വ്ളോഗേഴ്സിനെ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിലും. എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള അഭിപ്രായം തുറന്നു പറയാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ കുറേ കാലങ്ങളായി ഞാൻ ഇതിൻ്റെ പുറകെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ എന്തെങ്കിലും പൊരുത്തക്കേട് കാണുമ്പോഴാണല്ലോ നമ്മൾ റിയാക്ഷൻ പറയുന്നത്. നമ്മൾ ഇവൾക്കെതിരെ പ്രതികരിച്ചിട്ടുള്ളത് ഇവള് സമൂഹ മാധ്യമങ്ങളിൽ വന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്കുള്ള മറുപടികളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനും ജസ്ന സലീമായിട്ടുള്ള ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കുന്നു. കാരണം ഗുരുവായൂരമ്പലം നടയിൽ വെച്ചിട്ടാണ് എന്നെ അപമാനിച്ചത്. വേറെ ഒരാൾക്കും ഇങ്ങനത്തെ നേരിട്ട് അപമാനം ഏറ്റിട്ടില്ല. എന്നെയാണ് അമ്പലനടയിൽ അവൾ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് മാത്രമല്ല, ഇവിടെയുള്ള ആൾ എന്നെ ആക്രമിക്കാൻ വരെ വന്നു. അതിനെ തുടർന്ന് ഹൈക്കോടതി വിധി വന്നു. അങ്ങനെ പല കോലാഹലങ്ങളും അമ്പലത്തിലുണ്ടായി. ഇന്നിപ്പോൾ ഒരാൾക്ക് പോലും അമ്പലത്തിൻ്റെ നടപ്പന്തലിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സ്റ്റേ വരെ വാങ്ങിച്ചു. നമ്മൾ ഇവൾക്കെതിരെ പ്രതികരിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ സമൂഹ മാധ്യമങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, കൂട്ടുകൾ ഒക്കെ കൊണ്ടാണ്. കള്ളം പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കുക എന്നൊരു പരിപാടിയും കൂടി ഇതിൻ്റെ ഇടയിൽ കൂടെ പുട്ടിന് വീര പോലെ, ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ നടത്തുന്നുണ്ടായിരുന്നു. ചിന്തിച്ചാലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെയല്ലല്ലോ, ഇത് ഇങ്ങനെയാണല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം നമ്മൾ വന്ന വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഒന്നാമത് അമ്പലത്തിൽ കയറി റീൽസ് എടുക്കുന്നത്. അതിൽ തട്ടം ഇട്ടുകൊണ്ടായിരുന്നു ആദ്യത്തെ പരിപാടികൾ. പിന്നെ തട്ട് ഉപേക്ഷിച്ചു, എന്നിട്ടും അമ്പലത്തിൽ പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഹിന്ദുജനങ്ങളെ വിശ്വസിപ്പിക്കാനുള്ള ഒരു നടപടികളായിട്ടാണ്. എന്തിനാണ് ഹിന്ദുജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അമ്പലനട തിരഞ്ഞെടുക്കുന്നത് വൃത്തികെട്ട പരിപാടിയാണ്, അത് ശരിയല്ല എന്ന് മാത്രമാണ് അന്നും ഇന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം നമ്മളായാലും നമുക്കൊരു സാധനം ആളുകളിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ വിൽക്കാനുണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പള്ളികളിൽ കയറി അല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങളിലൊക്കെ കയറി റീൽസും കാര്യങ്ങളും എടുത്തിടാൻ നമ്മളെ കൊണ്ട് സാധിക്കൂല. പ്രത്യേകിച്ചും മുസ്ലിം പള്ളികളിൽ നമ്മളൊന്നും ആരും, ഒരു ഹിന്ദു സ്ത്രീകളും പോയി കയറിയിട്ട് അല്ലെങ്കിൽ ഒരു റീൽസോ ഫോട്ടോഷൂട്ടോ ഒന്നും ചെയ്യാറില്ല. ഒരു ഇപ്പം ഇനി എന്ത് രീതിയിൽ നമ്മൾ റീൽസ് എഴുതി അല്ലെങ്കിൽ ഒരു ഹിന്ദു സ്ത്രീ അല്ലെങ്കിൽ വരച്ചു അല്ലെങ്കിൽ ഒരു അങ്ങനെ എഴുതി മാഷാള്ള എഴുതി ഇട്ടാലും മുസ്ലിങ്ങൾ അതിന് അതിൻ്റേതായ വില കൊടുക്കുള്ളൂ. പക്ഷെ ഇവിടെ ഹിന്ദുക്കൾ കുറേ മണ്ടന്മാരുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു വ്യത്യസ്ത അഭിപ്രായവും ഇല്ല. ഈ മണ്ടന്മാരെ പറ്റിച്ചു. കാരണം ഇവരങ്ങോട്ട് കയറി അഡിക്റ്റായി വിശ്വസിച്ചു. നമ്മുടെ മണ്ടത്തരം കൊണ്ട് പറ്റിയ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പം ഞാനൊരു ഹിന്ദു സ്ത്രീയാണ്. അപ്പം എനിക്ക് മാഷാള്ള എഴുതാൻ ഇങ്ങനെ പബ്ലിസിറ്റി ചെയ്യുമ്പോൾ അത് മുസ്ലിം ജനതയിലേക്ക് എത്തിക്കണമെങ്കിൽ അത് ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് റീൽസ് ഇടണം, അല്ലെങ്കിൽ പള്ളിയുടെ അവിടെ ചെന്നിട്ട് ഈ ബോർഡും പിടിച്ചിട്ട് ഈ ഫോട്ടോയും പിടിച്ചിട്ട് റീൽസ് ഇടണം. അപ്പോഴാണ് ആളുകൾ, വ്യത്യസ്തമായ കാര്യങ്ങൾ കാണുമ്പോഴാണ് ആളുകൾ ഇത് ശ്രദ്ധിക്കുള്ളൂ. അപ്പം നമ്മൾ അതിനൊന്നും മുതിരാത്തതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഇതൊക്കെ മുസ്ലിം ജനവിഭാഗം ഇതൊന്നും വാങ്ങിക്കാൻ ശ്രമിക്കൂല. കാരണം അവർക്കറിയാം. അപ്പം ഹിന്ദുക്കൾ എന്തുകൊണ്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ മണ്ടന്മാരാണ്, ഹിന്ദുക്കളെ പറ്റിക്കാനായിട്ട് എളുപ്പമാണ്. അത് അവൾ മാക്സിമം മുതലെടുത്തു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തിന്? സുരേഷ് ഗോപിനെ വരെ പറ്റിച്ചില്ലേ? അപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപി പോകാത്തതിൻ്റെ ദേഷ്യമാണ് ആ 3-4 തവണ സുരേഷ് ഗോപിക്കെതിരെ കുറേ പ്രസ്താവനകളൊക്കെ ന്യൂസ് 18-ലൂടെയൊക്കെ വന്നത് നമ്മൾ കണ്ടത്. അപ്പം സുരേഷ് ഗോപി വരെ പറ്റിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത്യാവശ്യ കാര്യങ്ങൾക്ക് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും ഇവൾക്കെതിരെ പറയേണ്ട കാര്യവുമില്ല. പക്ഷെ എല്ലാം ഒരേ മുഖമുള്ള കണ്ണനാണ്. ആ കണ്ണൻ്റെ ആ ഫേസിൽ തന്നെ ഒരു വ്യത്യസ്തതയും ഇല്ല. പിന്നെ കുറച്ച് നേരം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മാൻഡ്രേക്കിൻ്റെ മുഖമാണ് എനിക്കൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഇത് മാൻഡ്രേക്കിൻ്റെ മുഖമായിട്ട് കുറച്ച് നേരം ആ കാണുന്ന ഒരു
ഇവൾ വരയ്ക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ഒരു പൂർണ്ണമല്ല എങ്കിൽ കൂടി ഭംഗിയുണ്ട്. ഭംഗിയില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് കുറച്ച് നേരം നമ്മളൊരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് നമ്മൾ ആ മുഖത്തേക്ക്, അവൾ വരയ്ക്കുന്ന ആ പിക്ചറിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതൊരു കാർട്ടൂണാണ്. അതിനൊരു മാൻഡ്രേക്കിൻ്റെ ഫേസാണ് വരുന്നത്. അങ്ങനെ എന്തോ ഒരു അപാകത അതിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ അതിനെതിരെ നമ്മൾ പറഞ്ഞത്, ഈ അമ്പലത്തിൽ കയറുന്നു, ഹിന്ദുക്കളെ കള്ളം പറഞ്ഞ് വഞ്ചിക്കുന്നു, പറ്റിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ പ്രതികരിച്ചിട്ടുള്ളത്. അത് ഇനിയും പ്രതികരിക്കും. ഇന്നും അത്തരം വീഡിയോകളും കൊണ്ട് വന്നാൽ ഇനിയും അങ്ങോട്ട് നല്ലപോലെ പ്രതികരിക്കും. പിന്നെ അവൾ സ്വർണം വാങ്ങിക്കാൻ പോയാലോ ഷോപ്പിങ്ങിന് പോയാലോ നമുക്കൊന്നുമില്ല. അവളുടെ എന്താ പറയുക, ഫുഡ് വീഡിയോസ്, ഷോപ്പിംഗ് വീഡിയോസ്, സ്വർണം വാങ്ങിക്കുന്ന വീഡിയോസൊക്കെ ഞാനും ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണാറുണ്ട്. ഇല്ല എന്ന് നമുക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. അപ്പം അത് അവരുടെ അവകാശമാണ്. അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എന്ന് വെച്ചിട്ട് എന്നും കുന്നും എല്ലാ ദിവസവും ഇവൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം എനിക്കില്ല. നമ്മളൊക്കെ നല്ല രീതിയിൽ കുറേ സ്ത്രീകൾ, ഷെഫീന ബീബി പറയുന്നില്ല, ഇപ്പം ലസിത പാലക്കൽ പറയുന്നില്ല, എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ പിഞ്ഞ പറയലല്ലോ നമ്മുടെ തൊഴിൽ. നമ്മളൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ഇന്ന കാരണം കൊണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അല്ലാണ്ട് പിഞ്ഞ പറയേണ്ട കാര്യം നമുക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇത്രേ ഉള്ളൂ. അമ്പലത്തിൽ കയറി വിഷയങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രതികരിക്കും. അവൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും നമുക്കൊരു അപാകത തോന്നിയാൽ മാത്രമാണ് നമ്മൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുള്ളൂ. അല്ലാണ്ട് നമുക്ക് എന്നും കുന്നും ഇവളെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യവുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആരാണ് ഇവളെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സപ്പോർട്ട് അല്ല ഇവൾക്കെതിരെ വരുന്നത്? നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്തൊന്ന് കൊണ്ടുപോകുന്നത് ആരാണ്? അപ്പം അവർക്കിടെ സമുദായത്തിൽ നിന്ന് എന്തുകൊണ്ട് ഇവൾക്കെതിരെ ആരും നടപടികൾ എടുക്കുന്നില്ല? പറയുന്ന അവളുടെ വാപ്പാടെ വീട്ടിൽ അങ്ങനെ വലിയ മുസ്ലിം ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ ഇവർക്കിടെ വീട്ടിൽ പോവുകയോ വരികയോ ഒന്നും ചെയ്യൂല. കാരണം ഇവൾ ഇത്തരത്തിൽ ഇങ്ങനെ കണ്ണനെ വിളിച്ച് അമ്പലത്തിൽ കയറി നടക്കുന്നത് കൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവൾ സ്വർണം വാങ്ങിക്കാൻ പോയാലും അവൾ ഷോപ്പിങ്ങിന് പോയാലും നമ്മൾക്കും വേണമെങ്കിൽ അത് കാണാം, ഇഷ്ടമുള്ളവർക്ക് കാണാം. ജസ്നയുടെ ഷോപ്പിംഗ് ഇഷ്ടമുള്ളവർക്ക് കാണാം, ജസ്നയുടെ ഫുഡ് വീഡിയോ ഇഷ്ടമുള്ളവർക്ക് കാണാം, ജസ്ന സ്വർണം വാങ്ങിക്കാൻ പോകുന്നത് ഇഷ്ടമുള്ളവർക്ക് കാണാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ത്രീകൾ കാണാൻ ശ്രമിക്കാറുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ വീഡിയോ ഇടുമ്പോൾ അവർക്ക് റീച്ചും കൂടുതലുണ്ട്. അപ്പം ഇതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. നമ്മൾ ഒരാളുടെയും ശത്രുവല്ല. നമ്മൾ ഇന്നും കുന്നും ഒരാളോട് പ്രതികാര ബുദ്ധി വെച്ചിട്ട് പെരുമാറുന്ന ആളല്ല. അത് ഹിന്ദുക്കൾക്കറിയാം. എല്ലാ ഹിന്ദുക്കളും അങ്ങനെയാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കമൻറ്റുകൾ വരുമ്പോൾ ആരുടെയൊക്കെയാണ് കമൻറ്റുകൾ കൂടുതൽ ഇവൾക്കെതിരായിട്ട് വരുന്നത്. എല്ലാ വീഡിയോൻ്റെ ഇവൾക്കെതിരെ ആര് പറയുന്നോ ആ വീഡിയോൻ്റെ ഇടയിൽ ആരാണ് ഫേക്ക് ഐ ഡി എന്നായിരിക്കും കൂടുതൽ കമൻറ്റും വരുന്നത്. കാരണം ഈ സ്വന്തം ഐ ഡി അല്ലെങ്കിൽ സ്വന്തം ഫോട്ടോ ഉപയോഗിച്ചിട്ട് കമൻ്റ് ഇടാൻ ധൈര്യമില്ലാത്തവരാണ് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കമൻ്റ് ഇടുന്നത്. ഹിന്ദുക്കളുടെ കമൻറ്റുകൾ കുറച്ചേ വരാറുള്ളൂ. കാരണം അവരാരും ഇതിനെതിരെ പ്രതികരിക്കാൻ പോകാറില്ല. പക്ഷെ അവരൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, അവരൊക്കെ അകറ്റി നിർത്തുന്നുണ്ട്. പക്ഷെ പരസ്യമായിട്ട് പ്രതികരിക്കുകയോ കമൻ്റ് ഇടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഫുഡ് വ്ളോഗ് ഇഷ്ടമാണോ അത് കാണും, നിങ്ങൾക്ക് സ്വർണം വാങ്ങിക്കുന്ന വീഡിയോ ഇഷ്ടമാണോ അത് കാണും. കാണാനൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇനി അവൾ ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോ ഇഷ്ടമാണോ അത് കണ്ടോളൂ. അതൊക്കെ എനിക്കിഷ്ടമാണ്, അവൾ ഷോപ്പിങ്ങിന് പോകുന്നതും ഡ്രസ്സ് ഇട്ട്. പക്ഷെ ഒക്കെ ഒരു മോഡേൺ ആണെന്ന് ഇവൾക്ക് തോന്നുമെങ്കിൽ, ഇവൾ മോഡേൺ ആണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഇവൾക്കിടെ സെലക്ഷൻ, ഇവൾ വില കൂടിയ ഡ്രസ്സാണ് എടുക്കുന്നതെങ്കിലും ഒക്കെ പഴയ ഫാഷനും കാര്യങ്ങളുമാണ് അവൾ ഫോളോ ചെയ്ത് പോകുന്നത്. സത്യം പറഞ്ഞാൽ എന്താണ്ട് 80-ലെ തള്ളമാർക്കിടെ ഒരു വൈബാണ് മക്കളെ. 33-34 വയസ്സായിട്ടുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പറയുന്നുണ്ട്. ഈ 33 അങ്ങോട്ട് പോകില്ല ഇങ്ങോട്ടും പോകില്ല. അന്ന് തുടങ്ങി ഇന്ന് വരെ അവൾക്ക് 33 വയസ്സാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കാണും. വെറുതെ ഇരുന്ന് ചൊറിയേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ വരട്ടെ, നന്നായിട്ട് പ്രതികരിക്കും, അതിനൊരു മാറ്റവും ഇല്ല. അല്ലാതെ നമ്മൾക്ക് എന്നും കുന്നും ഈ വിഷയം പറഞ്ഞിട്ട് ചുമ്മാ ജനങ്ങളുടെ വെറുപ്പിക്കൽ വാങ്ങിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റീച്ചും കാര്യങ്ങളും ഒന്നുമില്ല. രാഷ്ട്രീയക്കാർ ഇവിടെ കൊണ്ടുനടക്കുന്നില്ല. BJP തഴഞ്ഞിട്ടേക്കുവാണ്.
പിന്നെ എന്തിനാണ് ഇവളുടെ പേര് വെറുതെ സമൂഹ മാധ്യമങ്ങളിൽ വലിച്ചഴിക്കുന്നത്? ഇവളുടെ പേര് ജനങ്ങൾ മറന്നുപോയി എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. അത്രയ്ക്കും ഒരു ഇതിലേക്ക് എന്താ ഗ്രാഫ് താന്നു കഴിഞ്ഞു. ശരിക്കും ഇവള് തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഇവളുടെ ഗ്രാഫ് ഇവള് തന്നെ താഴത്തേക്ക് ആക്കി കളഞ്ഞു. അപ്പം അത്തരത്തിലൊരാളെ വെച്ചിട്ട് നമ്മൾ ഈ ചത്ത പാമ്പിനെ വീണ്ടും വീണ്ടും വടിയെടുത്ത് തല്ലിക്കൊല്ലേണ്ട ആവശ്യമില്ലാത്തതുപോലെ നമ്മളിനി കാര്യങ്ങൾ വരട്ടെ അപ്പം പ്രതികരിക്കും. ചുമ്മാ ഇരുന്നിട്ട് ചൊറിയേണ്ട ആവശ്യം ആർക്കുമില്ല, നമുക്കുമില്ല. ജനങ്ങളും അത് തന്നെയാണ്. നിങ്ങൾ എന്തിനാണ് വെറുതെ, നിങ്ങൾക്കൊരു പണിയില്ലേ? നിങ്ങൾക്ക് ലിസ്ലനോടും പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു പണിയില്ലേന്ന്. അപ്പം അതുപോലെ തന്നെയാണ് നമ്മളോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു പണിയില്ലേ? എന്തിനാണ് ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്? കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കണം. അതാണ് അന്തസ്, അതാണ് വേണ്ടതും. ഇപ്പം ഈ കുറച്ച് മീഡിയയിൽ കൊടുക്കുന്ന അഭിമുഖമല്ലാതെ ഒരു രാഷ്ട്രീയക്കാർ ഇവിടെ കൊണ്ടെടുക്കുന്നില്ല. ഒരു അമ്പലത്തിലെ ഒരു പരിപാടിക്ക്, ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് ഒന്നും BJPക്കാരോ അമ്പല കമ്മിറ്റിക്കാരോ ആരും ഇവരെ ക്ഷണിക്കുന്നില്ല. അപ്പം ഒരു തരത്തിൽ ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇതില്ലാത്തടത്തോളം കാലം നമ്മളെന്തിനു പുറകെ പോയിട്ട് ജസ്ന സലീം എന്നും പറഞ്ഞും കൊണ്ട് പുറകെ പോകണം? മോദിക്ക് ഫോട്ടോ കൊടുത്തതോടുകൂടി തീർന്നു വൈബ്. അതിൻ്റെ ട്രെൻഡ് പോയി എന്നുള്ളതാണ്. ആ ഒരു മോദിക്ക് ഫോട്ടോ കൊടുത്ത സമയത്ത് BJPക്കാർ ഉയർത്തിക്കൊണ്ട് നടന്നാലേ ഇതിന് ട്രെൻഡുള്ളടേ. അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് സുരേഷ് ഗോപിനെ പറഞ്ഞു BJPക്കാർ എന്നെ അങ്ങനെ ചെയ്തു, BJPക്കാർ എന്നെ ഇങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് പറയും BJP എന്നെ ഉപദ്രവിക്കൂല എന്ന് പറയും. അത് കഴിഞ്ഞ് പറയും ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് പറയും. ഞാനും എൻ്റെ കുടുംബം എൻ്റെ കെട്ടിയവനടക്കം കമ്മ്യൂണിസ്റ്റാണെന്ന് പറയും. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പൊന്നുമക്കളെ, BJPക്കാർ കൊണ്ട് നടന്നപ്പോൾ കിട്ടിയ പോലെ ഒരു റീച്ച് പിന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും കമ്മ്യൂണിസ്റ്റുകാരെന്തായാലും ഈ ഫോട്ടോ കൊണ്ട് നടക്കൂല എന്നുള്ളൊരു കാര്യത്തിൽ 100% അല്ല 101% ഉറപ്പാണ്. വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്. അല്ലടി, നീ എന്ത് കുംഭമേളയ്ക്ക് പോവാഞ്ഞത്? കുംഭമേളയ്ക്ക് നീ എന്താടി പോവാഞ്ഞത്? BJPക്കാർ ഇനി കൊണ്ടെടുക്കാൻ യാതൊരുവിധ ചാൻസും ഇല്ല. പുറകേന്ന് ആരെങ്കിലും എന്തെങ്കിലും ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ കൊടുത്താലായി. അതാരാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നല്ലോണം അറിയാം. എന്ത് തന്നെയായാലും വേറെ ആരും BJPയുടെ ഇവിടെ പരസ്യമായിട്ട് ആരും പ്രൊമോട്ട് ചെയ്യൂല. രഹസ്യമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുത്താലായി. എന്ത് തന്നെയായാലും എനിവേ, ഇനി എന്തെങ്കിലും അമ്പല വീഡിയോ ആയിട്ട് വരട്ടെ. എനിക്ക് അവളോട് ഒരു ദേഷ്യവും ഇല്ല. എന്നോട് ചെയ്തതിന് മാത്രമാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷെ എന്നോട് ചെയ്തതിൻ്റെ ഞാൻ പ്രതികരിച്ചതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ഒരു 10 ഇരട്ടി അവൾക്ക് ശിക്ഷ കിട്ടി എന്നുള്ളതാണ്. അത്തരത്തിൽ അവൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പ്രിയ കാരനാണ് എൻ്റെ അരുണിൻ്റെയും ജീവിതം നശിച്ചത് എന്നവരെ പല വീഡിയോയിലും അവൾ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആരുടെയും ജീവിതം നശിപ്പിക്കാൻ പോയിട്ടില്ല. എന്നോട് ഒരാവശ്യവുമില്ലാതെ ഞാൻ ഒരാളുടെയും മെക്കിട്ട് കയറാൻ പോകുന്ന ആളുമല്ല. കഴിയുന്നത് ഞാൻ മിതമായ രീതിയിൽ വർത്താനം പറയുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് അവിടെ വിഷയങ്ങൾ ഉണ്ടാവുന്നതും. ഞാനല്ല ഇതിനൊക്കെ മറുപടി തരുന്നത്. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ വരുന്നതെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അത്തരത്തിലാണ് ഇന്നേ വരെ സംഭവിച്ചിട്ടുള്ളത്. സത്യം ജസ്നയുടെ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് ആരും എന്ത് ദ്രോഹം ചെയ്താലും പിന്നെ നമുക്ക് ചിലപ്പം തിരിച്ച് ചെയ്യാനോ പറയാനോ പറ്റിയില്ലെങ്കിൽ പോലും അവർക്ക് പിന്നീട് വരുന്നത് എൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊന്നു തന്നെയാണ് ജസ്നയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഞാനിതിൽ നേരിട്ട് ഉത്തരവാദിയല്ല. ഞാൻ അങ്ങടെ ആരുടെയും മെക്കിട്ട് കയറാൻ പോയിട്ടില്ല. ഷോ കാണിച്ചത് ആരാ? അവർ തന്നെയാണ്. അവർ തന്നെ അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്തു. പക്ഷെ എന്നോർത്തിട്ട് നമ്മൾ എന്നും കുന്നും ഇവൾക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്കും ഷോപ്പിംഗ് നടത്താനും ജീവിക്കാനും സ്വർണം മേടിക്കാനുള്ള അവകാശമുണ്ട്. അവർ വാങ്ങിക്കട്ടെ, പൈസ ഉള്ളവർ വാങ്ങിക്കട്ടെ. അല്ലാതെ നമ്മളതിൻ്റെ പുറകെ ചൊറിഞ്ഞു നടന്ന് അല്ലെങ്കിൽ അസൂയപ്പെട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഒരു പവൻ വാങ്ങിച്ചു എന്ന് കരുതി നമ്മളിവിടെ 2 പവൻ എടുത്ത് കാണിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലസിത കാണിക്കൂല. എനിക്ക് അത്രയും പോലും താല്പര്യവുമില്ല. പിന്നെ ഷെഫീന ആണെങ്കിൽ ഈ കാര്യം വിട്ടമട്ടാണ്. കാര്യങ്ങൾ വരുമ്പോൾ ഷെഫീന ബീബിയുടെ വ്ലോഗ് എടുത്ത് നോക്കിക്കോ. അവരും റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുമുണ്ട്. വെറുതെ നമ്മൾ ഒരാളെ ചൊറിഞ്ഞ് വൈരാഗ്യത്തിൻ്റെ, എനിക്ക് വൈരാഗ്യം ഇല്ല കേട്ടോ, ഞാൻ ഉള്ള കാര്യം പറയാം. അവളും ഒരു വട്ടം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്നത് മൊത്തം അവൾ കാണിക്കുന്നതിൻ്റെ റിയാക്ഷനാണ്. അല്ലാണ്ട് അവളോടുള്ള വ്യക്തി വൈരാഗ്യം വെച്ചിട്ടല്ല. എനിക്ക് യാതൊരുവിധ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും ജസ്നയോടില്ല. അപ്പോൾ എന്നെ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിലർ എന്നെ ഇപ്പോൾ ഒരു 100 പേര് കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 10 പേര് ചിലപ്പോൾ അത് എനിക്കെതിരെ പറഞ്ഞേക്കാം.
പക്ഷെ അതിൽ 90 പേരും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് പ്രിയ പറഞ്ഞത് നല്ലതാണ് എന്ന രീതിക്ക് മാത്രമേ ചിന്തിക്കുള്ളൂ. അത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ സുഹൃത്തുക്കളെ? കാരണം നമ്മൾ ആവശ്യം വരുമ്പോഴും മാത്രമല്ലേ പ്രതികരിക്കേണ്ടതുള്ളൂ. അനാവശ്യമായിട്ട് നമ്മൾ എന്നും കുന്നും കിടന്നിട്ട് ഒരാൾക്കെതിരെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമുക്കൊരുപാട് കാര്യങ്ങളില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ജസ്നയോട് എനിക്ക് ദേഷ്യമോ വൈരാഗ്യമോ വാശിയോ പിണക്കോ ഒന്നുമില്ല. പക്ഷെ നീ ഇനിയും അമ്പലത്തിൻ്റെ വീഡിയോ എടുത്തിട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. ഞാൻ മാത്രമല്ല, ലസിതയും പ്രതികരിക്കും. ലസിത ഇപ്പം ഇത്രയും നാളായിട്ട് മിണ്ടാണ്ടിരിക്കുന്നതിൻ്റെ കാര്യം തന്നെ വിഷയങ്ങളില്ലാഞ്ഞിട്ടാണ്. വെറുതെ വന്നിരുന്നിട്ട് അപ്പം വെറുതെ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളോട് ആരെങ്കിലും ചോദിക്കും, എന്താ ലസിത ചേച്ചി നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകണമെന്ന് ചോദിക്കും. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് എപ്പോഴും മിണ്ടേണ്ട ആവശ്യമില്ലാത്തത്. ഇതാണ് എനിക്ക് ജസ്നയെ പറ്റി പറയാനുള്ളത്.